ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഏട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഏട്ടന് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. 2 വർഷത്തിന് ശേഷമാണ് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കിട്ടിയിട്ട് കുറേ ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഏട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഏട്ടന് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. 2 വർഷത്തിന് ശേഷമാണ് വരുന്നത്. അപ്പം ഇന്ന് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ കാഴ്ചകളും മനോഹരമായ എല്ലാ സംഭവങ്ങളുമാണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റത്തെ പോക്കാണ്. അപ്പോൾ ഫസ്റ്റ് പോയിട്ട് 2 വർഷത്തിന് ശേഷം വരികയാണ്. അപ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ പിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും ഉപ്പിയാണ് വന്നിട്ടുള്ളത്, പിന്നെ ഞാനും. എന്തായാലും ഇവിടെ ഒരു വൈകുന്നേരം സമയത്ത് എത്തുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ആവേശത്തിലൊക്കെയാണ് നമ്മളുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഇവിടുത്തെ ബോർഡൊക്കെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എവിടെ നിന്നാണ് വരുന്നത്, ആ ഫ്ലൈറ്റ് എപ്പോൾ എത്തും എന്നുള്ള ടൈമൊക്കെ ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ ഒരുപാട് ആൾക്കാർ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ പിക്ക് ചെയ്യുന്ന ഭാഗത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അതാ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ വന്നിരുന്നു. അങ്ങനെ എന്താ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മളിതാ കണ്ടിരിക്കുകയാണ്. ആ മഞ്ഞ പെട്ടിയായി വരുന്നതാണ് ബ്രദർ. അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ പിക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കേണ്ടി വരും. എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് തന്നെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കണ്ടിട്ട് കുറേ ആയി. അപ്പോൾ അതിൻ്റെതായ ത്രില്ലും ഒക്കെ ഉണ്ട്. അങ്ങനെ അതാ മഞ്ഞപ്പെട്ടിക്കാരൻ എത്തിയിരിക്കുകയാണ്. ചെയ്തിട്ട് നേരെ എങ്ങോട്ടിലൊക്കെ ഹോട്ടലിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ആക്കിയിട്ടില്ല. എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന്. അപ്പോഴാണ് സർപ്രൈസ് ആയിട്ട് ഫോൺ ഗിഫ്റ്റായി കിട്ടിയത്. ഒന്നും പറയാനില്ല, അത്രയും എന്താ പറയുക, ഫുള്ള് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയ ടൈമിൽ നമുക്ക് ഫോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിലായിരിക്കും. 14 Pro ആണ് ഫോണ്. അപ്പം എന്താ പറയുക, ഫുള്ളി എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം റീലിൽ കണ്ടിട്ട് ഇതൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏട്ടനൊക്കെ പിക്ക് ചെയ്ത് നേരെ വന്നു. ഫോണൊക്കെ ഗിഫ്റ്റായി തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ രാത്രി ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വന്നു. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കുറച്ച് പർച്ചേസിൻ്റെ വീഡിയോസാണ്. അപ്പോൾ മെയിനായിട്ട് കാര്യം നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ കല്യാണമാണ്. അപ്പോൾ അതിനാണ് ബ്രദർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ കുറച്ച് ഡ്രസ്സും സ്വർണം അതുപോലത്തെ എല്ലാ പർച്ചേസിൻ്റെയും ഒരു ചെറിയൊരു ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വയനാട്ടിൽ കൽപ്പറ്റയോ ബത്തേരിയോ എവിടെയൊക്കെ പോയിട്ട് എടുക്കാമെന്നാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ പെണ്ണിനുള്ള ഡ്രസ്സ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹാളിൽ വരുന്ന ടൈമിൽ ഇതായിരിക്കും ഡ്രസ്സ്. അതേപോലെ ഇതാണ് നമ്മൾ ചെക്കന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സ്. അപ്പോൾ ഇതൊന്നും അല്ല, വേറെ ഒരുപാട് ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്കിന് വേണ്ടി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കല്യാണം തലേ ഡേ ആണ് ഈ കാണുന്നത്. നമ്മുടെ ചെക്കന് മുഖമൊക്കെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം നല്ല രീതിയിലുള്ള മേക്കപ്പ് പരിപാടികളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊന്നും ഇതിൽ കറക്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ കല്യാണത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, തലേ ദിവസം നമ്മുടെ വീട് നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിരുന്നു. അതേപോലെ തന്നെ തലേന്ന് നമ്മൾ അടുത്തുള്ളവരും കുടുംബങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് വന്നിരുന്നു. അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് തലേന്ന് ചെറിയൊരു ആഘോഷം പോലൊക്കെ നമ്മൾ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ കല്യാണ ഡേ ആയിരിക്കുകയാണ്. നമ്മളെ 2 വണ്ടിയും സെറ്റായിരിക്കുകയാണ്. നമ്മുടെ ചെക്കൻ MGയിലാണ് പോകുന്നത്. അതേപോലെ നമ്മളെ ഗ്ലാൻസ് ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഫ്ലവറൊക്കെ നമ്മൾ തലേന്ന് രാത്രി പോയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതാട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ള് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ളൊരു ചടങ്ങാണ് ഈ കാണുന്നത്. നമ്മുടെ ഉസ്താദെല്ലാം വന്ന് ദോയർന്ന് നമ്മളെല്ലാവരും കൈയെല്ലാം കൊടുത്ത് വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങും. അപ്പോൾ നമ്മൾ നേരെ പെണ്ണിൻ്റെ അവിടെ വെച്ചിട്ടാണ് നിക്കാവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ വാർഡിൽ വെച്ചിട്ടാണ് നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡും. നമ്മുടെ പരിപാടി വൈകുന്നേരം റിസപ്ഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ 2 വണ്ടിയും ഫുൾ സെറ്റായി ഇറങ്ങിയിട്ടുണ്ട്. വേറെയും ഒരുപാട് വണ്ടികളുണ്ട്. എല്ലാം ഓൺ ദി വേയിൽ ഇങ്ങനെ കോണ്ടാക്റ്റായി
ഹാളിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും എല്ലാവരും എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്ന ഇടയിൽ നമ്മുടെ വണ്ടിയുടെ വീഡിയോ ഒക്കെ നല്ല അതിമനോഹരമായി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസും ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഷോർട്ടായിട്ട് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുകയാണെങ്കിൽ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഹോളിൽ എത്തിയിരിക്കുകയാണ്. കൽപ്പറ്റ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ ഇവിടുന്ന് നിക്കാഹ് കഴിഞ്ഞ് നമ്മൾ മേറെല്ലാം കെട്ടി ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ഓഡിറ്റോറിയത്തേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ വേണ്ടപ്പെട്ട എല്ലാ ആളുകളും സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ആ കാണുന്നത് ഉപ്പയാണ്, പെണ്ണിൻ്റെ ഉപ്പയാണ് ആ കാണുന്നത്. അപ്പം കൈയൊക്കെ കൊടുത്ത് മേറെല്ലാം വെച്ച് അങ്ങനത്തെ കുറേ ചടങ്ങുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി മേറെല്ലാം കെട്ടി കുറേ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടാവും. ആ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അങ്ങനെ പെണ്ണ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് മേറെല്ലാം കെട്ടി ഈ കാണുന്നതാണ് നമ്മുടെ പെണ്ണിൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. ഇനി അങ്ങനെ പറയാൻ പറ്റില്ല, താത്താൻ്റെ ഫാമിലിയാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ ഒരു ചൂടും ഇല്ല കേട്ടോ. പോയി പെണ്ണ് കെട്ടി വന്ന് അങ്ങനെയൊക്കെയാണ് നമ്മുടെ കല്യാണം എന്ന് പറയുന്നത്. നല്ല രസകരമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പിക്ക് ചെയ്തു. നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അതെല്ലാം കിട്ടാൻ വേണ്ടി ഡിലേ ആവും. അതാണ് നമ്മൾ വീഡിയോ വേഗം തന്നെ അപ്ലോഡ് ആക്കിയത്. അങ്ങനെ ഫുൾ സെറ്റാക്കി നമ്മൾ വീട്ടിലെല്ലാം പോയി പെട്ടെന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ഈവനിങ് നേരെ നമ്മളെ ഹോളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റിസപ്ഷൻ നടക്കുന്ന ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ മാരേജ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആളുകളൊക്കെ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ആരും ഇല്ലാണ്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഒരു 7 മണി 8 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഫുള്ള് തിരക്കായിരിക്കും. അതുകൊണ്ട് ഇതേപോലെയുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു ഓപ്പൺ സ്പേസിലാണ് നമ്മുടെ ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ പോകുന്നത്. ബൊഫേ സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആ ഒരു പരിപാടിയെല്ലാം ആയിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബൊഫേ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് പോകാനേ പറ്റിയില്ല. അതുകൊണ്ട് ആ വീഡിയോ ക്ലിപ്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവിടെ നിന്ന് പെണ്ണിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളെല്ലാം നമ്മുടെ ഹാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഫുൾ എൻജോയ്മെൻറ്റും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഫുൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കല്യാണമൊക്കെ നല്ല ആഘോഷിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ വെച്ച് നടത്തിയ ചെറിയൊരു സൽക്കാരത്തിൻ്റെ സംഭവമാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫുഡ് അറേഞ്ച്മെൻറ്റ്സാണ് ഈ കാണുന്നത്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മൾ ചെറിയ സൽക്കാരും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിരുന്നു. വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പം ഒരുപാട് അവിടെ നിന്ന് കുറേ ആളുകളൊക്കെ വന്നു, അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ നല്ലൊരു മൊത്തത്തിൽ നല്ല അടിപൊളിയായ ഒരു ഫംഗ്ഷനായിരുന്നു. അതുപോലെ തന്നെ ഏട്ടന് ലീവ് കുറവായതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ടകടക് എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും വേമ്പേ കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു മാരേജ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.